പ്രതിച്ഛായ തിരിച്ചുപിടിക്കുവാൻ പൊതുസമ്മതനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് നിയമിക്കുവാൻ സർക്കാർ. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IASന്റെ വ്യക്തിപ്രഭാവത്തിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയ നേതാക്കൾ വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള വിഷയമാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇനിയൊരു നീക്കം, ഓരോ നീക്കവും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാർ കരുതുന്നുണ്ടാവുക. അത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ഒരു പൊതുസമ്മതനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് നിയമിക്കാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകുക. എന്താണ് മനസ്സിലാക്കുന്നത്? നേരത്തെ സ്വർണ്ണക്കൊള്ള വിവാദം ആളിക്കത്തുന്നതിന് മുമ്പ് നിലവിലെ ദേവസ്വം ഭരണസമിതിക്ക് തുടരാനുള്ള അനുമതി നൽകാൻ അതിനുവേണ്ടി ഓർഡിനൻസ് ഉൾപ്പെടെ ആലോചിച്ചതാണ്. പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ കാലാവധി അവസാനിക്കുന്ന തരത്തിലേക്ക് ഭരണസമിതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, അതല്ലെങ്കിൽ ഒരു വർഷം കൂടി കാലാവധി നീട്ടുക. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു സർക്കാരിന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പോലും സംശയമുനയിലാകുന്ന സാഹചര്യം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതിന് മുൻ ഭരണസമിതികൾക്കും പങ്കാളിത്തമുണ്ടെന്ന കാര്യം വന്നു. അങ്ങനെ ദേവസ്വം മന്ത്രി കൂടി പ്രതിക്കൂട്ടിലാകുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ ആരോപണങ്ങൾ കടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഭരണസമിതിയെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തത്. അവിടെ ആദ്യഘട്ടത്തിൽ സമ്പത്തിനെ പരിഗണിച്ചു. TK ദേവകുമാർ മുൻ MLA അടക്കം പരിഗണിച്ചെങ്കിലും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുകയായിരുന്നു. നഷ്ടമായ പ്രതിച്ഛായ തിരിച്ചുപിടിക്കണമെങ്കിൽ പൊതുസമ്മതിയുള്ള ഒരു വ്യക്തിയെ ഈ ശബരിമല ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതിയുടെ അധ്യക്ഷ പദവിയിൽ എത്തിക്കണം. അങ്ങനെയാണ് മുൻ ചീഫ് സെക്രട്ടറി ആയ കെ ജയകുമാറിൻ്റെ പേര് മുന്നോട്ട് വരുന്നതും. ജയകുമാറിനെ നിയമിക്കുമ്പോൾ നേരത്തെ അവിടെ പ്രവർത്തിച്ചുള്ള ഒരു പരിചയ സമ്പത്ത് ഉൾപ്പെടെ അത് ഗുണകരമാകും. അതിനപ്പുറത്തേക്ക് ഒരു പൊതു സ്വീകാര്യതയുണ്ട് ജയകുമാറിന്. ആ പൊതു സ്വീകാര്യത ഗുണകരമാകും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വരുന്നത്. ഏറെ വൈകാതെ തന്നെ സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കും. ഇന്ന് ജയകുമാർ തലസ്ഥാനത്ത് എത്തിച്ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രിയുമായി ജയകുമാർ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, ആർ റോഷിപാൽ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാണ്. അതിലേക്കൊന്ന് പോയി വന്ന ശേഷം